ആവേശപ്പോരിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. ഏറനാടൻ മണ്ണ് നിലമ്പൂർ വീറും വാശിയും നിറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം കൊട്ടിക്കലാശക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സമയം 2 മണിയാകുന്നു. ഇനി 3 മണിക്കൂർ മാത്രമാണ് കൊട്ടിക്കലാശം പൂർത്തിയാവാൻ, അല്ലെങ്കിൽ അവിടുത്തെ പരസ്യപ്രചാരണം പൂർത്തിയാവാനുള്ളത്. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. വീറുറ്റ പ്രചരണത്തിൽ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് നിലമ്പൂർ തീരുമാനിക്കുന്നത് മറ്റന്നാളാണ്. 23-ാം തീയതി ആ ഇലക്ഷൻ റിസൾട്ട് പുറത്തേക്കും വരുന്നു. റോഡ് ഷോകളുമായി ഇപ്പോൾ മുന്നണികൾ കളം നിറയുന്നു. അവിടെ കൊട്ടിക്കലാശത്തിൽ നിന്ന് മാറി വീട് കയറി വോട്ട് തേടുകയാണ് പി വി അൻവർ. നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധ സ്ഥലങ്ങളിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ തന്നെ റാഫി കരീം, ശ്രീജ ശ്രീകുമാരൻ, സുർജിത്ത് അയ്യപ്പത്ത് എന്നിവർ ആദ്യഘട്ടത്തിൽ ചേരുന്നു. ആദ്യം ഞാൻ റാഫിയിലേക്ക് പോകുന്നു. റാഫി, ഇന്നലെ മുതൽ തന്നെ UDYFന്റെ റോഡ് ഷോ, ഇന്നിപ്പോൾ രാവിലെ UDFന്റെ റോഡ് ഷോ. കൊട്ടിക്കലാശത്തിലേക്ക് ഏത് രീതിയിലാണ് കൊടുമ്പിരി കൊണ്ട് UDF ക്യാമ്പ് സമാപനത്തിലേക്ക് നീങ്ങുന്നത്? റാഫി. ആശുവെ 22 ദിവസം നീണ്ടുനിന്ന കാടിളക്കിയുള്ള പ്രചരണത്തിന് ശേഷം നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ് UDF. വഴിക്കടവിൽ നിന്നാണ് UDFന്റെ കൊട്ടിക്കലാശത്തിലെ റോഡ് ഷോ ആരംഭിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനൊപ്പം യൂത്ത് നേതാക്കളാണ് നിലവിൽ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. ഈ റോഡ് ഷോ എടക്കരയിലേക്കാണ് എത്തുന്നത്. എടക്കരയിൽ ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിലാണ് ഈ റോഡ് ഷോ സമ്മേളിക്കുക. പിന്നീട് അവിടെ കലാശക്കൊട്ടിന്റെ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു റോഡ് ഷോ ആണ് നടക്കുന്നത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള റോഡ് ഷോ ആണ്. ബൈക്കുകളുണ്ട്, കാറുകളുണ്ട്. INTUCയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ഓട്ടോറിക്ഷയുണ്ട്. അങ്ങനെ എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു റോഡ് ഷോ ആണ്. 22 ദിവസം നീണ്ടുനിന്ന പ്രചരണമായിരുന്നു നിലമ്പൂരിലേത്. ഇലക്ഷൻ പ്രഖ്യാപിച്ച് അധിക സമയം പ്രചരണത്തിന് മുന്നണികൾക്ക് ലഭിച്ചില്ല. UDF ആണ് പ്രചരണത്തിൽ അല്പം മുന്നിൽ നിന്നത്. ഉടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ, ഇലക്ഷന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ശക്തമായ പ്രചരണം ആരംഭിക്കാനും UDFന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രചരണം അതിന്റെ കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ആവേശത്തോടുകൂടി ഈ കലാശക്കൊട്ടിൽ പങ്കെടുക്കുകയാണ് UDF. വലിയൊരു ബൈക്ക് റാലി, 20 കിലോമീറ്ററോളം നീളത്തിലുള്ള റോഡ് ഷോയാണ്, 20 കിലോമീറ്ററോളം ദൂരത്തിലുള്ള റോഡ് ഷോയാണ് UDF സംഘടിപ്പിച്ചിരിക്കുന്നത്. വഴിക്കടവിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ നിലമ്പൂർ നഗരത്തിൽ 5 മണിയോടുകൂടി എത്തും. പിന്നീട് 5 മണി മുതൽ 5:30 വരെയുള്ള സമയം നിലമ്പൂർ നഗരത്തിലായിരിക്കും കൊട്ടിക്കലാശം അരങ്ങേറുക. UDFന് വേണ്ടി എല്ലാ നേതാക്കളും ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നുണ്ട്. റോഡ് ഷോ ആരംഭിച്ചിടത്ത് നിന്ന് ഷാഫി പറമ്പിലടക്കം, രാഹുൽ മാങ്കൂട്ടത്തിലടക്കം, PK ഫിറോസ് അടക്കമുള്ള നേതാക്കളായിരുന്നു ഈ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടാവുക. നിലമ്പൂർ നഗരത്തിൽ എല്ലാ UDF നേതാക്കളും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. നിലമ്പൂർ നഗരത്തിലെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഈ നിലമ്പൂർ നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ ഈ റോഡ് ഷോ എടക്കരയിലേക്ക് എത്തുകയാണ്. 10 കിലോമീറ്ററോളം ദൂരം ഈ റോഡ് ഷോ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. 1 മണിക്കാണ് റോഡ് ഷോ ആരംഭിച്ചത്. 10 കിലോമീറ്ററോളം ദൂരം പൂർത്തിയാക്കിയാണ് റോഡ് ഷോ എടക്കരയിലേക്ക് എത്തുന്നത്. എടക്കരയിൽ ഈ റോഡ് ഷോ സമ്മേളിക്കും. അവിടെ മറ്റു പഞ്ചായത്തുകളിൽ നിന്നുള്ള മൂത്തേടമടക്കമുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി എന്തായാലും അതിൽ ഷാഫി പറമ്പിലുണ്ട്. അതിൽ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി, അബിൻ വർക്കി തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെയും അവരുടെ പോഷക സംഘടനകളൊക്കെ നേതാക്കൾ ഈ റോഡ് ഷോയിലുണ്ട്. എടക്കരയിൽ നിന്ന് റോഡ് ഷോ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും ഇത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പല്ല. ഇത് പുതുപ്പള്ളിയിൽ കണ്ടതുപോലെയോ തൃക്കാക്കരയിൽ കണ്ടതുപോലെയോ പാലക്കാട് കണ്ടതുപോലെയോ ഉള്ള ഒരു ബൈ ഇലക്ഷൻ അല്ല. ഇത് ഡു ഓർ ഡൈ ആണ്, ജീവൻ മരണ പോരാട്ടമാണെന്ന് പറയാനുള്ള കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപേ നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന പ്രാധാന്യം ആ നിലമ്പൂരിനുണ്ട്. അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അവിടെ ക്യാമ്പടിച്ച് മന്ത്രിസഭ, അല്ലെങ്കിൽ മന്ത്രിമാർ, ഓൾമോസ്റ്റ് ഓൾ മന്ത്രിമാർ, ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അവിടെ ക്യാമ്പടിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെയും UDFന്റെയും ലീഗിന്റെയും ഒക്കെ ടോപ്പ് ബ്രാസിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ പറയുന്ന 21 ദിവസങ്ങൾ തമ്പടിച്ച് അവിടെ പ്രചരണം നടത്തിയ ദിവസമാണ്. മുഴുവൻ സംവിധാനങ്ങളും, ഒരുപക്ഷെ 21 നാൾ നീണ്ട പ്രചരണം മുന്നണികളുടെ ഒരു ശാക്തിക ബലാബല പരീക്ഷണത്തിനു കൂടി അവിടെ വേദിയായി. ഏതാണ്ട് മുഴുവൻ സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണ കാലയളവാണ് ഇപ്പോൾ 21 ദിവസം നമ്മൾ കണ്ടത്.